പെരുന്നാൾ എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. ഞാൻ പെരുന്നാളിൻ്റെ അന്ന് കുറച്ച് കാർണിവർ ഡയറ്റിൽ നിന്നൊക്കെ ഒന്ന് മാറി ഞാൻ കുറച്ച് ഭക്ഷണമൊക്കെ നോർമലായിട്ട് കഴിച്ചു. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 365 ഡേയ്സ് സ്ട്രിക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ഫോളോ ചെയ്യണമെന്നില്ല. ഇടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ഒക്കേഷൻസ് സെലിബ്രേഷൻസ് ഒക്കെ വരുമ്പോൾ സ്കിപ്പ് ചെയ്യാം. ലൈക്ക് മീ, ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദിസ് ഡേ. സോ അന്ന് ഞാൻ കുറച്ച് മന്തി വീട്ടിലുണ്ടാക്കിയത്, ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയത് ഞാൻ കുറച്ച് കഴിച്ചു, കുറച്ച് കാപ്സ് കഴിച്ചു. ബട്ട് ഞാനൊരു മിസ്റ്റേക്ക് ചെയ്ത് രാവിലെ നമസ്കരിച്ച് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ചായയും ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു. ഞാനൊരു ഗ്ലാസ് ചായയും 2 ബിസ്ക്കറ്റും കഴിച്ചപ്പോൾ എൻ്റെ ബ്ലഡ് ഷുഗർ 10.9 ആയി. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഇത് 2-3 നേരം ഡെയിലി മാസങ്ങളും വർഷങ്ങളായിട്ടും കഴിക്കുന്ന ആൾക്കാരുടെ ബ്ലഡ് ഷുഗറും അവരുടെ HbA1c ഒക്കെ എങ്ങനെയായിരിക്കുന്നു. സോ ഈറ്റ് കോഷ്യസ്ലി. നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാം, ഇടയ്ക്ക് ചീറ്റ് മീലൊക്കെ ചെയ്യാം, ബട്ട് എല്ലായ്പ്പോഴും ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ നൗ ഐം ബാക്ക് ടു റൂട്ടീൻ. കാർണിവർ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് ഞാൻ ഡെയിലി. അതേപോലെ തന്നെ ഞാൻ അന്നത്തെ ദിവസം ഞാൻ ഒരു 36 hours പിന്നെ ഫാസ്റ്റ് ചെയ്തു, വാട്ടർ ഫാസ്റ്റ്. എൻ്റെ വെയിറ്റ് ഫാസ്റ്റിങ്ങിന് ശേഷം അങ്ങനെ കൂടിയിട്ടൊന്നുമില്ല. ഇന്ന് ജസ്റ്റ് 81 കിലോ ആയുള്ളൂ. ഞാൻ ഒരു 86 കിലോ ഉണ്ടായിരുന്നു ഫാസ്റ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ്.